സംസ്ഥാന മസ്ജിദ് കോൺഫറൻസ് 17 ശനിയാഴ്ച ചെമ്മാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ വിവിധ പരിപാടികളോടെയാണ് മസ്ജിദ് കോൺഫറൻസ് നടത്തുകയെന്നും ഉദ്ഘാടന സമ്മേളനം KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വഖഫ് മഹല്ലുകളുടെ ദൗത്യം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ സംസ്ഥാന മസ്ജിദ് കോൺഫറൻസ് നടക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സകല മേഖലകളിലും പള്ളി മഹല്ലുകൾ നിർണായകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടുതൽ ക്രിയാത്മകമായ മഹല്ലുകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നതിനും പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടുതൽ ശാസ്ത്രീയവും മെച്ചപ്പെട്ട രീതിയിലും ഉപയോഗപ്പെടുത്തുവാൻ മഹല്ല് ഭാരവാഹികളെ പ്രാപ്തരാക്കുക, പുതിയ വഖഫ് ഭേദഗതിയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യുക, വസ്തുനിഷ്ഠമായി വിഷയത്തെ പഠിക്കുവാനും സംശയങ്ങൾ ദൂരീകരിച്ച് നൽകുക തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും മസ്ജിദ് കോൺഫറൻസിൽ ചർച്ച ചെയ്യുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനം ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ 17 രാവിലെ 10 മണിക്ക് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഹാരിസ് ബീര MP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വഖഫ് മഹല്ലുകളുടെ ദൗത്യം എന്ന വിഷയത്തിൽ ചർച്ചാ സമ്മേളനം 11:15 ആരംഭിക്കും. കേരള സംസ്ഥാന വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ വിഷയാവതരണം നടത്തും. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മദനി ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ, KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൽ മജീദ്, കേരള ജമിഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അനീഫ് കായക്കോടി, KNM സംസ്ഥാന സെക്രട്ടറി A അസ്ഗർ അലി എന്നിവർ ക്ലാസ് എടുക്കുമെന്നും സമ്മേളനത്തിൽ 2000-ഓളം പ്രതിനിധികൾ കേരളത്തിന്റെ വിവിധ മഹല്ലുകളിൽ നിന്നായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള കേരള മസ്ജിദ് കോൺഫറൻസ് ഈ വർഷം ഈ മാസം 17-ാം തീയതി ശനിയാഴ്ച ചെമ്മാട്ട് താജ് ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്ററിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സമുദായത്തിൻ്റെ മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സകല മേഖലകളിലും പള്ളി മഹല്ലുകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാറുണ്ട്. വിശ്വാസങ്ങളും ആചാരങ്ങളും യഥാവിധി അനുഷ്ഠിക്കുന്നതിന് സമുദായത്തെ പ്രേരിപ്പിക്കുകയും അതിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കാനും പള്ളി മഹല്ലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ആസൂത്രണത്തോടെയും കൃത്യമായ അജണ്ടകൾ നിശ്ചയിച്ചും പള്ളി മഹല്ലുകൾ പ്രവർത്തിച്ചാൽ സമുദായം വളരെയധികം ഭദ്രതയോടും സൂക്ഷ്മതയോടും ലക്ഷ്യത്തിലെത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിനുള്ള പള്ളി മഹല്ലുകളെ സജ്ജമാക്കുകയാണ് ഈ കോൺഫറൻസിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ കോൺഫറൻസ് 17-ാം തീയതി രാവിലെ 10 മണിക്ക് കേരള മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി അധ്യക്ഷത വഹിക്കുന്നതാണ്. ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഇന്ത്യക്ക് ഉള്ളിലും പുറത്തും അറിയപ്പെടുന്ന പ്രശസ്തനായ അഭിഭാഷകനും നമ്മുടെ എല്ലാം അഭ്യുദയകാംക്ഷിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഹാരിസ് നീരാൻ അവരുടെയാണ്. ഹാരിസ് നീരാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ബോർഡ് വഖഫ് അമെൻമെൻറ്റ് വിധിക്കെതിരെ അപ്പീൽ നൽകി കപിൽ സിബലിനോടൊപ്പം സുപ്രീം കോടതിയിൽ വിദഗ്ധമായ നിലയിൽ വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും
അത് സ്റ്റേ ചെയ്യിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്ത മകൻ വ്യക്തിത്വമാണ് നമ്മുടെ ഹാരിസ് മീരാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിലെ പ്രധാനമായും പങ്കെടുക്കുന്ന മറ്റൊരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് PV ശ്രീജിത്ത്. അദ്ദേഹം ഏറെക്കാലമായി ഫുട്ബോൾ സ്ഥിരം മെമ്പറാണ്. മഹല്ലുകൾ പ്രതിനിധികൾക്കുണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി നൽകും. ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ശ്രദ്ധേയമായിരിക്കുമെന്ന് കൂടി അറിയിക്കുന്നു. ഇതിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാരായ കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ശ്രോതാക്കളെ സ്വാധീനം ചെലുത്തുന്ന എന്ന വിഷയത്തെ അധികരിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ മജീദ് സലായി മസ്ജിദുകളുടെ സാമൂഹ്യ ദൗത്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. കേരള ജമിയത്തുലമയുടെ ആദരണീയനായ സെക്രട്ടറി അനീഫ് കായക്കൊടി മെമ്പറുകളിൽ നിന്നും ഉയരുന്ന തൗഹീദി ശബ്ദം എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുക്കുന്നതാണ്. ഈ സമാപനത്തിൽ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമുക്ക് ജാഗ്രതയോടെ മുന്നേറാം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യാസ്കർ അലി സംസാരിക്കുന്നതാണ്. അതുപോലെ ഒട്ടനവധി നേതാക്കന്മാർ, പണ്ഡിതന്മാരും സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. വാർത്താ സമ്മേളനത്തിൽ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്റർ, മീഡിയ ചെയർമാൻ ഉബൈദുള്ള താനാളൂർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് ചെട്ടിപ്പടി, തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി K ഹംസ മാസ്റ്റർ, പരപ്പനങ്ങാടി മണ്ഡലം സെക്രട്ടറി M അബീബ് റഹ്മാൻ പാലത്തിങ്ങൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.